കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മഞ്ഞളൂർ റൂറൽ ബാങ്കിൽ നിക്ഷേപകരുടെ പണം കൊള്ളയടിച്ച കോൺഗ്രസ് ഭരണസമിതിക്കും ജീവനക്കാർക്കുമെതിരെ ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. മഞ്ഞളൂർ റൂറൽ ബാങ്കിൽ സംഘടിത കൊള്ള നടത്തി നിക്ഷേപകരുടെ 22 കോടിയിലേറെ രൂപ കൊള്ളയടിച്ച കോൺഗ്രസ് ഭരണസമിതിക്കും ജീവനക്കാർക്കുമെതിരെ ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ഞളൂർ റൂറൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോടികൾ അടിച്ചു മാറ്റിയ കോൺഗ്രസ് മറുപടി പറയൂ കോൺഗ്രസ്. ഈ സമരം ഉദനയാണിത് സൂചന മാത്രം. ഉദന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. തെറ്റായ പ്രചരണങ്ങളിലൂടെ ഈ നാടിനകത്തിന്റെ സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ നാടിനകത്തെ ഓരോ വിഭാഗം വരുന്ന ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ ഓരോ പ്രദേശത്തിനകത്തെയും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി ഈ കൂട്ടർ നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെതിരെയും ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബാഗിന്റെ മുമ്പിലും ഡിവൈഎഫ്ഐ സമരം ചെയ്യുന്നത്. ഈ ബാഗിന്റെ മുമ്പിലും ഡിവൈഎഫ്ഐ മാത്രമല്ല, ഇവിടുത്തെ സഹകാരികളും പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരും സമരം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. ഞങ്ങൾക്ക് ഇവിടുത്തെ കോൺഗ്രസുകാരുടെ യഥാർത്ഥ കോൺഗ്രസുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്, ഈ നാടിനെ കൊള്ളയടിച്ച നിങ്ങളുടെ നേതൃത്വത്തെ പുറത്തു കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടി ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കൂടി ഈ സമരത്തിന്റെ ഭാഗമായി മാറണം. കാരണം നിങ്ങൾ കൂടി ഇവർ കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഇവിടെ എല്ലാവരുടെ മുമ്പിലും നിലനിൽക്കുന്നുണ്ട്. നിങ്ങളെയും ഇവിടുത്തെ സാധാരണക്കാരെയും കൊള്ളയടിച്ച ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം അണിനിരക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് ട്രഷറർ വിജയ് K ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ഏരിയ സെക്രട്ടറി അനീഷ് M മാത്യു, ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ, ബ്ലോക്ക് പ്രസിഡന്റ് അഖിൽ പ്രകാശൻ, മഞ്ഞളൂർ ലോക്കൽ സെക്രട്ടറി MK മധു, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി വിഷ്ണു സുകുമാരൻ, മേഖലാ ട്രഷറർ ജഗൻ ജോഷി തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്നത് പോലെ 10,000ന്റെ ഒരു കെട്ട് അടിയിലും മുകളിലും നടുക്കും മാത്രം നോട്ട് ഒറിജിനൽ വെക്കും, ബാക്കിയൊക്കെ പേപ്പർ കട്ടിംഗ് ആയിരിക്കും. അതുപോലെയാണ് വാഴക്കുളം ഈ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തിരിക്കുന്ന ആളുകളുടെ അടിയാധാരവും മുന്നാധാരവും ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കളർ പ്രിന്റ് എടുത്ത പഴയ ആധാരത്തിന്റെ കോപ്പി വെച്ച് ബാക്കിയെല്ലാം സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള രേഖകൾ, പൊസിഷൻ, അതുപോലെ തന്നെ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് മുഴുവൻ രേഖകൾ എടുത്തു നോക്കുമ്പോ ആ രേഖകളൊക്കെ എന്ന് പറയുന്നത് നല്ല എഡിറ്റിംഗ് വൈഭവമുള്ള കുട്ടികളെ കൊണ്ട് കളർ പ്രിന്റ് എടുത്ത് എഡിറ്റ് ചെയ്ത് സ്വന്തം പേരിലാക്കി ഈ ബാങ്കിൽ കൊടുത്ത് ഈ വാഴക്കുളത്തെ സാധാരണക്കാരന്റെ പണം തട്ടിയെടുക്കുകയാണ്. എന്നിട്ടും മിടുക്കന്മാരായി വാഴക്കുളത്തേക്കോട് വെള്ള കതറിട്ട് നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിക്ഷേപകരുടെ പണം തിരികെ നൽകിയില്ലെങ്കിൽ കൂടുതൽ കടുത്ത സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്.
അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.